എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാത്തത്? ഓണം പോലെയുള്ള ക്രിസ്തുമസ് പോലെയുള്ള ആഘോഷങ്ങളിൽ നമ്മൾ മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ നിയമമുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ചർച്ചകളും ഏറെ നടന്നിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത്. അത് പഠിച്ച പണ്ഡിതന്മാർ, അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ മുസ്ലിമിന് പങ്കുചേരാൻ പാടില്ല. അത് തീവ്രതയാണോ? അത് വർഗീയതയാണോ? ഒരിക്കലുമല്ല. മറിച്ച് അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവരോട് നമുക്ക് ഇഷ്ടമുണ്ട്. അവരുടെ വീട്ടിലെ വിവാഹത്തിൽ പോകുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അവരുടെ വീട്ടിൽ രോഗികളുണ്ട്, സന്ദർശിക്കണം. അവർ പട്ടിണി കിടക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അമുസ്ലിങ്ങളായ ആളുകളെ സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും അവരുമായി ഇടപെടേണ്ടതും ഒക്കെ നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സന്ദർഭത്തിൽ പ്രവാചകന്റെ പടയങ്കി പണയത്തിലായിരുന്നു എന്ന് കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അവരോട് കാണാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല എന്നല്ല നമ്മുടെ പ്രശ്നം. അങ്ങനെ നമ്മൾ ആരും വാദിക്കുന്നില്ല. പക്ഷേ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ മുസ്ലിമിന് പങ്കുചേരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു, അതുകൊണ്ട് നമ്മൾ അകന്നു നിൽക്കുന്നു. അത് വർഗീയതയല്ല, അത് തീവ്രതയല്ല. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ തീവ്രരാണ് എന്ന് ആരൊക്കെ പറഞ്ഞാലും ആ തീവ്രത ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പാടില്ലതാനും. അത് വർഗീയതയല്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്, പള്ളികളിലേക്ക് സ്ഥിരമായി പോകുന്ന ആളുകൾ അവർ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ അവർ വർഗീയവാദികളാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശാന്തമായി മറുപടി കൊടുക്കേണ്ട ആളുകൾ നമ്മളാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ ആ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കും, മനസ്സിലാക്കും. ചരിത്രം അതിന് സാക്ഷിയാണ്.